ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 RC ജിപ്സി വെച്ച് ഒരു പക്ക ഓഫ് റോഡിങ് ചെയ്താലോ. ഈ 2 ജിപ്സിയിലും നമ്മൾ ചെയ്തിരിക്കുന്ന മെയിൻ മോഡിഫിക്കേഷൻ, അതായത് ഇതിൻ്റെ ടയേഴ്സ് രണ്ടും ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇതിൻ്റെ പ്രൈസ് എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട്. ടോയ് ഗ്രേഡിൻ്റെ ഒരു സ്കെയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം. മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഒന്നിച്ചൊരു ട്രിപ്പോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ജിപ്സി മോഡിഫിക്കേഷൻ്റെയാണ് നമ്മൾ ഇട്ടത്. അപ്പോൾ അങ്ങനെ ആ ജിപ്സി ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇത് ശരിക്കും ഒരു നോർമൽ ജിപ്സി എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ആ രീതിയിലാണ് വണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കംപ്ലീറ്റ്ലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു ജിപ്സിയാണ്. ഈ ഒരു ജിപ്സിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആക്സസറീസ് പോലും കടയിൽ നിന്ന് മേടിച്ചിട്ടില്ല. എല്ലാം ഹാൻഡ് മെയ്ഡായിട്ട് ബിപിൻ ചേട്ടൻ ഉണ്ടാക്കുമായിരുന്നതിന് വേണ്ടി ഒരു 1/12 സ്കെയിലുള്ള 2 RC ജിപ്സിയാണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 2 RC ജിപ്സി വെച്ച് ഒരു പക്ക ഓഫ് റോഡിങ് ചെയ്താലോ. അതിനുവേണ്ടി നമ്മൾ 2 വണ്ടിയും എടുക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ കൗതുകത്തോടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഏത് ജിപ്സിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പെർഫോമൻസ്, നമ്മൾ മോഡിഫൈ ചെയ്ത ജിപ്സിയാണോ അതോ ഒറിജിനൽ ജിപ്സിയാണോ എന്ന്. അങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്ത ജിപ്സിയുടെ മോഡിഫിക്കേഷൻസ് ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ജെറി ക്യാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഹൈ ലിഫ്റ്റ് ജാക്ക്, പിന്നെ ബാക്കിലെ ഈ ബമ്പർ. ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തത്. അപ്പം ശരിക്കും ഈ വണ്ടിയിൽ ചെയ്തേക്കുന്ന മോഡിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള പാർട്സ് ഒന്നും നമ്മൾ കടയിൽ നിന്നോ അല്ലെങ്കിൽ 3D പ്രിൻ്റ് ചെയ്തതല്ല, എല്ലാം ബിപിൻ ചേട്ടൻ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പം ഈ ഒരു ക്യാരർ ആണെങ്കിൽ പോലും ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാം ഒരു ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ തന്നെ ഈ ബമ്പേഴ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് ശരിക്കും RCക്ക് പല സൈറ്റിലും നമുക്ക് ബമ്പേഴ്സ് എല്ലാം മേടിക്കാൻ പറ്റും. പക്ഷേ ചില വണ്ടി മോഡിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനു വേണ്ടി കുറേ നാളുകൾ വെയിറ്റ് ചെയ്യണം. എല്ലാം പുറത്തുനിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തായിരിക്കും വരുന്നത്. നമുക്ക് ഇവിടെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഞങ്ങൾ ഇത് ഏകദേശം ഒരു 1 മന്ത് എടുത്ത് ബിൽഡ് ചെയ്തൊരു RC ജിപ്സിയാണ്. അപ്പം പിന്നെ വേറെ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? പിന്നുള്ളത് നമുക്ക് ഇതിലേക്കൊരു എല്ലാ ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഓഫ് റോഡ് സ്റ്റിക്കേഴ്സ് അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇതൊരു സ്കെയിൽ ലുക്കുള്ളൊരു നല്ല സ്കെയിൽ ലുക്കുള്ളൊരു ബോഡിയാണ് വേണ്ടി വരുന്നത്. ശരിക്കും ഇതിനൊരു സ്കില്ല് വേണോ, അതായത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ ഈ ഒരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഈ ആക്സസറീസും ഇതെല്ലാം? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അറിയത്തില്ല, എങ്കിലും ഞാൻ ചെയ്തിരിക്കുന്നത് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് PVC റിജിഡ് ഷീറ്റ് എന്ന് പറയുന്ന ഷീറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. PVC ആണ്, അതിൽ ഹാർഡായിട്ടുള്ള സാധനം. അല്ല, ചീപ്പ് റേറ്റിൽ നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇത് ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് കോട്ടയത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന്. കോട്ടയത്തൊരു ഈ നമ്മുടെ സ്റ്റിക്കേഴ്സും അതും ഇതൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ഈ റിജിഡ് ഷീറ്റ് കിട്ടും. അത് വാങ്ങിച്ചിട്ട് പിന്നെ ഇത് കുറച്ച് സ്കില്ലൂടെ വേണം, ഒരു ഐഡിയ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതെല്ലാം നമ്മൾ ഈ ഒരു സ്പോർട്ടി ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഇതെല്ലാം റെഡ് അടിച്ചിട്ടുണ്ട്. ഈ ഷാഫ്റ്റുകളും ഹൗസിങ് ക്യാപ്പും ഒക്കെ നമ്മൾ റെഡ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടൊരു ഡിഫറെൻറ്റ് ലുക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് മാക്സിമം ആക്കിയിട്ടുണ്ട്. അതെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇലക്ട്രോണിക്സിലേക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളത്. അതെ, സെർവോ ESC ഒക്കെ മാറ്റിയിട്ട് മാറ്റാൻ പറ്റും. ഫുൾ മെറ്റലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം നിലവിൽ ഇത് ഹോബി ഗ്രേഡിൻ്റെ തന്നെ ഏറ്റവും സ്റ്റാർട്ടിങ് ബേസ് ലെവൽ എന്ന് പറയാം. അതിനുള്ള കേപ്പബിലിറ്റിയേ ഉള്ളൂ ഇതിന്. പിന്നെല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം കുറച്ചുകൂടി. ഈ 2 ജിപ്സിയിലും നമ്മൾ ചെയ്തിരിക്കുന്ന മെയിൻ മോഡിഫിക്കേഷൻ, അതായത് ഇതിൻ്റെ ടയേഴ്സ് രണ്ടും ഒന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് വൺ ഒന്ന് ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ളതും രണ്ടാമത് കുറച്ച് വൈഡായിട്ടുള്ള ടയേഴ്സുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഓടിച്ച് തുടങ്ങിയപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ടയേഴ്സ് തന്നെയാണ് ഓഫ് റോഡിങ്ങിന് ഏറ്റവും കൂടുതൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. കാരണം കുന്നും മലയൊക്കെ വെറും നിസ്സാരമായിട്ടാണ് കയറി പോകുന്നത്. റോളിങ്ങിനിടയിൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. അപ്പം എന്തൊക്കെ പറ്റിയേട്ടാ? നമ്മുടെ ഫ്രണ്ട് ബമ്പറിന് മാത്രമേ പറ്റിയിട്ടുള്ളൂ. എന്തായാലും പറയുന്നു, ഇത് ഒടിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എന്തായാലും വർക്ക്ഷോപ്പിൽ കയറ്റി റിപ്പയർ ചെയ്യാൻ പോവാം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഹെല്ല ഉണ്ടായതുകൊണ്ട് ഇത് തകിടം മറിഞ്ഞു വീണല്ലേ? തലകുത്തി മറിഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവം എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തത്. അങ്ങനെ നമ്മുടെ വണ്ടി മറിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട് ബമ്പേഴ്സിന് ചെറിയൊരു ഡാമേജ് പറ്റിയായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ റീപ്ലേസ്മെൻറ്റിന് വേണ്ടി നമ്മൾ ബിപിൻ ചേട്ടൻ്റെ ഗ്യാരേജിൽ എത്തിച്ചേക്കുവാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ വർക്ക്ഷോപ്പിൽ എങ്ങനെയാണോ കയറ്റി പണിയുന്ന പോലെ തന്നെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ മിനിയേച്ചർ വർക്ക്ഷോപ്പിൽ കയറ്റി പണിയുവാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ബമ്പേഴ്സ് ഒന്ന് ഡിസ്പാച്ച് ചെയ്തു. പിന്നീട് ഇതിനു വേണ്ടി ചെറിയൊരു ഗ്ലൂ ആണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം വീഴ്ചയിൽ നമ്മുടെ ആ ബമ്പേഴ്സിൻ്റെ പക്കത്തുള്ള ഒരു ലിപ്പൊന്ന് വിട്ട് പോയായിരുന്നു. അപ്പം മെയിനായിട്ട് നമുക്കിതിന് വേണ്ടി ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. അത് ബിപിൻ ചേട്ടൻ നമുക്ക് വേണ്ടി അത് അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് നമ്മുടെ വണ്ടി വീണ്ടും പഴയ ട്രാക്കിലോട്ട് എത്തിക്കാൻ പോവാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ബമ്പേഴ്സ് എല്ലാം നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ PVC മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ റിപ്പയർ ചെയ്ത് സംഭവം അടിപൊളിയാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് മല
ക്രോൾ ചെയ്യാൻ പോവുക. അപ്പം ആരാണ് ഏറ്റവും അടിപൊളിയായിട്ട് ക്രോൾ ചെയ്യുന്നത്, ഏറ്റവും ഫസ്റ്റ് അടിക്കുന്നത്, ആ ഒരു കോമ്പറ്റീഷനാണ് ഇപ്പോൾ വെക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് 9,500 രൂപ. എനിക്ക് തോന്നുന്നു eBayയിൽ നിന്ന് ഈ സാധനം നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ദുബായിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തതാണ്. അപ്പം ഇതിൻ്റെ ഒരു സംഭവം ചെയ്ത് ഹോബി ഗ്രേഡ് ആകുമെന്ന് ചോദിച്ചാൽ ഹോബി ഗ്രേഡ് അല്ല, പക്ഷേ ഒരു ടോയ് ഗ്രേഡിൻ്റെ ഒരു സ്കെയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് എല്ലാം. പക്ഷേ ഭയങ്കര രസമാണ് വണ്ടി ഓടിക്കാനൊക്കെ. പിന്നെ ക്രോളിങ്ങിന് വേണ്ടി ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ഇത് ക്രോളിങ്ങിന് അത്ര പോസിബിൾ അല്ല. കാരണം ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന മോട്ടോഴ്സും താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ നമ്മളെ വണ്ടി താഴെയല്ല എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് തന്നെ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മെറ്റലായിട്ടുള്ള നമ്മുടെ ആക്സിൽസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുമെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും കുറച്ചും കൂടെ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പ്ലാനുണ്ട്. ഇതിൻ്റെ ചേസില്ല നമ്മൾ പ്ലാസ്റ്റിക്കിൽ നിന്ന് മാറ്റി മെറ്റലിലോട്ടാക്കും. പിന്നെയുള്ള ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെർവോ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന പ്ലാനുണ്ട്. അപ്പോൾ അതും ബിബിൻ ചേട്ടനോട് ചോദിച്ചിട്ട് പിന്നീട് ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡേഷൻ ആയിരിക്കും നമുക്ക് ഈ വണ്ടിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ കുറേ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി ഒന്നിച്ചൊരു ട്രിപ്പോ അല്ലെങ്കിൽ ട്രാവൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഭയങ്കര രസമായിരിക്കും. കാരണം അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് ഭയങ്കര രസമാണ്. കുഞ്ഞു കുഞ്ഞു മലയും നമുക്ക് ക്രോൾ ചെയ്യാനും ചെയ്യാൻ പറ്റും. ഭയങ്കര മൂടുമായിരിക്കും. അങ്ങനെ ഫൈനലി ഞാനും ബിബിൻ ചേട്ടനുമായിട്ടുള്ള ഫസ്റ്റ് റാലി കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു പോയ കുറേ നല്ല മെമ്മറീസാണ് ശരിക്കും ഇപ്പം ഈ ഒരു വണ്ടി കാണുമ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നത്. പണ്ട് സ്കൂൾ വിട്ട് കഴിയുമ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരെയൊക്കെ ആയിട്ട് കുഞ്ഞു വണ്ടികളായിട്ട് കളിച്ചിരുന്ന ഓർമ്മകളാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. എത്ര വയസ്സായാലും നമ്മുടെ ഒരു ഓർമ്മകൾ ഒരിക്കലും മായത്തില്ലെന്ന് പറയുന്നത് ശരിയാണ്. ഈ ഒരു വണ്ടികളൊക്കെ കാണുമ്പോൾ പഴയ കുട്ടിക്കാലത്തേക്ക് പോകാൻ തോന്നും. അപ്പം ഇന്നത്തെ നമ്മുടെ റാലിയുടെ കോമ്പറ്റീഷൻ്റെ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 വണ്ടികളുമായിട്ട് പോയിട്ട് ഒരു ഡാമേജും ഇല്ലാതെ പിന്നെ അതുപോലെ തന്നെ എവിടെയും മറിയാതെ വണ്ടി നമ്മുടെ ഫൈനൽ എൻഡ് പോയിൻ്റ് എത്തണം. അപ്പം ഇതിൻ്റെ അപ്പുറത്തെ ഏറ്റവും വലിയ കുന്നിലാണ് നമുക്ക് ഈ വണ്ടി എത്തിക്കേണ്ടത്. അപ്പം ഈ 2 വണ്ടികളും ശരിക്കും ക്രോളേഴ്സ് അല്ല, ഇത് നോർമൽ സാധാരണ ഒരു ഹോബി ഗ്രേഡിലുള്ള വണ്ടികളാണ്. അപ്പം ഇതിൻ്റെ പ്രൈസ് ഏകദേശം ഒരു 9,500 ആണ്. അപ്പം അതിൻ്റെ പെർഫോമൻസാണ് നമുക്ക് ഈ വണ്ടികളിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ വണ്ടികളായിട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാൾ ശരിക്കും പറഞ്ഞാൽ സ്കെയിൽ മോഡൽ കളക്ഷൻ മാത്രമുള്ളായിരുന്നു എനിക്ക്. പക്ഷേ എന്നാണോ ഈ RT വണ്ടികൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ ഒരു വികാരം തന്നെയാണ്. കാരണം ഒരു ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ഇരിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ ഈ കുന്ന് കയറുമ്പോൾ കിട്ടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു, ഇനി ഇതിലും വലിയ കുന്നുകൾ കയറാൻ വേണ്ടി നമുക്ക് ഈ വണ്ടികളുമായിട്ടൊന്ന് വാഗമണ് പോയാലോ. നമ്മുടെ 2 വണ്ടിയും സംഭവം അവിടെ എത്തിച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ട്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എന്ത് തോന്നുന്നു ഈ നമുക്ക് 2 വണ്ടിയൊന്നും എടുക്കാം. എന്തൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടയർ അത്യാവശ്യം നല്ലതായിരുന്നു അല്ലേ? ടയർസ് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ വീതി ഉള്ളതുകൊണ്ട് മറിയാനുള്ള ചാൻസ് ഇതിന് കുറവാണ്. ഓക്കെ, ഇത്രയും വീതിയുള്ള അതാണ് ഇത് 2-3 അറിയണത്. അത് തന്നെയല്ല, ഇതിന്റെ സസ്പെൻഷൻ നമ്മൾ കുറച്ച് സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു ലീഫ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് രണ്ടും ബാക്കി. അതുകൊണ്ട് ഇത് കുറച്ചുകൂടെ സോഫ്റ്റ്. ഭയങ്കര രസമുണ്ടല്ലേ ക്രോളിംഗ്? നോർമലി ക്രോൾ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ്. വലിയ ക്രോളർ ഇല്ലെങ്കിലും ഇതുകൊണ്ട് അത്യാവശ്യം നല്ല ഫൺ ഉണ്ടാകും. ഭയങ്കര രസമുണ്ട്. ഇതൊരു 4-5 എണ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര മൂടായിരിക്കും അല്ലേ? അതെ അതെ, കുറച്ച് പേരുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു ക്രോളിംഗ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്യണം. അപ്പം ഇനി ഇതുപോലെ തന്നെ അടിപൊളി ക്രോളേഴ്സുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പം എന്തായാലും കാണാം.